കഴിഞ്ഞ ദിവസം ഞാൻ 3 സിനിമകൾ കണ്ടു. 3 സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ക്ലാസിക് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും എന്നുള്ള ഒറ്റ കാര്യം എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് സിനിമയെ ക്ലാസിക് എന്ന് ഒരു മനുഷ്യരെടുത്ത് തരംതിരിച്ച് വെച്ചേക്കുന്നത്? ഇറ്റ്സ് വെരി സേഫ്. അതെന്തായാലും 100% ഗ്യാരണ്ടിയാണ്. ആദ്യത്തേത് ഡൈ ഹാർഡ്. ബ്രൂസ് വില്ലിസിൻ്റെ സൗന്ദര്യമാണോ, ആക്ഷനാണോ, അതോ ആ സിനിമയിലുടനീളം ഒരൊറ്റ നിമിഷം പോലും ബോറടിക്കാതെ നഖം കടിച്ചുകൊണ്ട് കണ്ട സിനിമയാണ്. നെയിൽ ബൈറ്റിംഗ് മൊമെൻറ്റ്സ്. ലവ് ദാറ്റ് മൂവി. സെക്കൻഡ്, സൺഡാൻസ് കിഡ് ആൻഡ് ബുച്ച് കാസിഡി. അയ്യോ, റോബർട്ട് റെഡ്ഫോർഡിൻ്റെ ഈ വെസ്റ്റേൺ മൂവി. റോബർട്ട് റെഡ്ഫോർഡിൻ്റെ ഫാനാണ് ഞാൻ. പക്ഷേ ഞാൻ അയാളുടെ സിനിമകൾ കണ്ടിട്ടുള്ള അയാൾ കുറച്ചുകൂടെ ഓൾഡായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്ര യങ്ങായിട്ടൊരു സിനിമ കാണുന്നത്. അതിനകത്തൊരു പാട്ടുണ്ട്, ഒരു റെയിൻഫോൾ. സൂപ്പർ. നമ്മളുടെ മലയാള സിനിമകളിലൊക്കെ പ്രണയഗാനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതും വളരെ 1969 സിനിമയാണെങ്കിൽ പോലും അങ്ങനെയൊന്നും തോന്നിക്കത്തില്ല. ഒരു വ്യത്യാസമൊന്നും തോന്നാതെ കണ്ണെടുക്കാതെ കണ്ടു തീർത്ത സിനിമ. മൂന്നാമത്തേത് കരൾ അലിയിച്ച് കളഞ്ഞ സിനിമ, ഫ്രജൈൽ കിങ്. ഞാൻ വിചാരിച്ചത് ഏത് കൺട്രിയിൽ വെച്ചാണ് ആ സിനിമ എടുത്തതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഓസ്ട്രേലിയയിലാണ് കാണുമായിരിക്കുമോ, പിന്നെ വിചാരിച്ച അമേരിക്കയിൽ എവിടെയെങ്കിലും ആയിരിക്കും, പിന്നെ വായിച്ചു നോക്കിയപ്പോഴത് സൗത്ത് ആഫ്രിക്കയിലെ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തൊരു സിനിമയാണെന്ന്. സത്യം പറഞ്ഞാൽ ഏറ്റവും സങ്കടപ്പെടുത്തിയതും എന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ഇപ്പം പണ്ടൊരു മാതൃഭൂമിയിൽ ഒരു കഥയോ സാഹിത്യ അവലോകനം നടത്തുന്നൊരു കൃഷ്ണൻ നായരുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു, ലാറ്റിൻ അമേരിക്കനിൽ ആ ബുക്ക് വായിക്കണം, ഈ ബുക്ക്. അപ്പം ഞാൻ ഇങ്ങനെ എന്താ അങ്ങനെ പറയുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. വേറൊരു സ്ഥലത്ത് വേറൊരു സെറ്റിങ്ങിലുള്ള കഥയ്ക്ക് അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അത് പുതുമ തോന്നും, കാരണം വി ആർ നോട്ട് യൂസ് ടു ദാറ്റ്. എനിവേ, ദീസ് ഡൈ ഹാർഡ്, ബുച്ച് കാസിഡി ആൻഡ് ഫ്രജൈൽ കിങ് മസ്റ്റ് വാച്ച്. എനിക്കിഷ്ടപ്പെട്ട സിനിമകളാണ്.